ഹായ് ഫ്രണ്ട്സ്, വാവാസ് കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എൻ്റെ പൊതിച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു പഴയ കസ്റ്റമർ എനിക്ക് ഒരു ഓർഡർ തന്നായിരുന്നു. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിലാണ് അവരോട് ഓർഡർ ഇടാനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്തുള്ള എമൗണ്ട് അവർക്ക് താങ്ങാവുന്നതിലും അധികമായതുകൊണ്ട് ഞാൻ നേരിട്ട് അവർക്ക് ഫുഡ് ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതിച്ചോറ് സാധാരണ ഉണ്ടാകുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് അവരുടെ പൊതിച്ചോറും പിന്നെ ഡെയിലി ഉള്ള എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ ചോറ് മാത്രമായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ സ്വിഗ്ഗി ഓണായിട്ട് നോക്കിയപ്പോൾ പൊതിച്ചോറ്, ഞാൻ ഇന്നലെയാണ് പൊതിച്ചോറിൻ്റെ താടി ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് 3 പൊതിച്ചോറ് നോൺ വെജാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഹസ്ബൻഡും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, ചോറ് പെട്ടെന്ന് പൊതിഞ്ഞെടുത്തോളൂ. പൊതിഞ്ഞതിൽ 2 ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കസ്റ്റമറിന് കൊടുക്കാനുള്ളത്. വേറെ ഒരു പൊതിച്ചോറും കൂടി പെട്ടെന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് ഞാൻ എൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞാൻ വരുന്ന സമയം കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഒരു ചോറ് കൂടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കറി എന്ന് പറയുന്നത് മീൻ കറിയും നമ്മുടെ രസവും ഒപ്പം തന്നെ മാങ്ങാ പച്ചടിയുമായിരുന്നു. ബാക്കി നമുക്ക് ഇലയിൽ പൊതിയാവുന്ന ഐറ്റംസ് ആയിരുന്നു. പൊതിച്ചോറിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അറിയാലോ, ഒരു തോരനോ അവിയലോ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ചീരയായിരുന്നു. കാര്യം മീനും മാങ്ങാ പച്ചടിയും ചീരയും അതൊരു പ്രത്യേക കോമ്പിനേഷൻ. അതിൻ്റെ കൂടത്ത് കുറച്ച് കപ്പയും ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോമ്പിനേഷൻ ഇന്നത്തേക്ക് എടുത്തത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ അച്ചാറും ചമ്മന്തിയും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് മീൻ ഫ്രൈയും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് മീൻ ഫ്രൈ വയ്ക്കുന്നു. മുട്ട വറുത്തതിനകത്തേക്ക് വെക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സ്വിഗ്ഗിയിലെ ഓർഡർ വന്നതിനകത്തേക്ക് നമ്മൾ മീൻ ഫ്രൈയും കറിയും ഒപ്പം മുട്ട പൊരിച്ചത്, അതായത് മുട്ട വറുത്തതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അറിയാമല്ലോ. നല്ല ധൃതി പിടിച്ചിട്ടാണ് 2 പൊതി ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ ബാക്കി അവർക്ക് മുട്ട ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്തായിരുന്നു അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ പൊതിച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പൊതിച്ചോറും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പൊതിച്ചോറ് മാത്രം ഉൾപ്പെടുത്തേണ്ടതാണെന്ന് കരുതിയിട്ട് നമ്മുടെ പറമ്പിലേക്കുള്ള വീഡിയോസ് കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താമെന്ന് കരുതി. ഇന്നലെ ചീര കാണിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ചീരയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയതിൻ്റെ കൂട്ടത്ത് ചീരയും അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി ഒന്ന് പോയിട്ട് വരാം. ഈ ചോറ് ഇവിടെ ഇരിക്കട്ടെ. ഇത് മുരിങ്ങയാണ്. ഈ മുരിങ്ങ മരം നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ മൂട്ടിലൊരു കറയൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാനിത് പട്ടുപോയി കാണുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ അതിൽ തിളിർപ്പ് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ മൂട്ടിലും ഉണ്ട്, മേളിലും ഉണ്ട് തിളിർപ്പ്. പിന്നെ നമ്മുടെ പപ്പായ മരമാണ്. ഇത് ഒരു തരം നെല്ലി മരമാണ് കേട്ടോ. ഈ മരങ്ങളുടെ ഇടയിലേക്ക് കുറച്ച് നമ്മുടെ സീതപ്പഴം, അതായത് മുന്തിരി, പിന്നെ ചെറിയ പേരയ്ക്കയാണ് കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചെറിയ പേരയ്ക്ക നല്ല ടേസ്റ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയെന്ന് പറയുന്നത്. ഇതിന് വേറെ പേര് കാണും, പക്ഷേ ഇവിടെ നമ്മൾ ചെറിയെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് നിറച്ച് കിടന്നതാണ്, കുറേ വെട്ടിക്കളഞ്ഞു. കണ്ടില്ലേ, നല്ല ചുമന്ന പഴമാണ് ഇതിനകത്ത്. ഇതാണ് അതിൻ്റെ പൂവ്. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് ചെറിയെന്നാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നെല്ലിക്ക മരമാണ്. പിന്നെ ഞാനിവിടെ പുതിയ 2 ഏലത്തിൻ്റെ തൈയാണ് വെച്ചേക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല. ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നെല്ലിമരമാണ്. ശീമനെല്ലി എന്ന് പറയും. അതാണ് കേട്ടോ ആ സൈഡിൽ കണ്ട മരം. പിന്നെ നമുക്ക് ഇവിടെ നിൽപ്പുള്ളത് മൾബറി എന്ന് പറയുന്ന ആ ഒരു പഴത്തിൻ്റേതും ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിവിടെയാണ് ഞാൻ വിറക് അടുപ്പൊക്കെ കത്തിക്കുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ.
അങ്ങനെ വിറകൊക്കെ കൂട്ടി നനയാതെ വെച്ചേക്കുവാണ്. ഇത് നമ്മുടെ നെല്ലി മരമാണ്, കയ്പ നെല്ലി ഉണ്ടല്ലോ അതാണ്. ഇത് വീടിൻ്റെ സൈഡിലുള്ള പറമ്പാണ്. ഇതെന്ത് മരമാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇല കണ്ടിട്ട് മനസ്സിലാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് മുള്ളാത്ത ആത്തിമരം എന്ന് പറയും, അതാണ്. ഇത് നമ്മുടെ ചെറി, അതായത് നമ്മുടെ ഫ്രൂട്ട് സലാഡിലും അതേപോലെ ഐസ്ക്രീമിലും എല്ലാത്തിലും ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയാണ്. അത് ഇപ്പോൾ വിളഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ കറിവേപ്പ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഇത് പേരമരം, വലിയ പേരയ്ക്കാണ് ഇതിലുണ്ടാകുന്നത്. ഇതിലിപ്പോൾ പല സൈസിലുള്ളത് നിൽപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും തുമ്പിൽ വന്നിട്ട് കാ വന്ന് നിറഞ്ഞ് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന അറിയില്ല. ഇത് നമ്മുടെ മാവാണ്. കുറേ നാൾ ആയി ഇത് വാങ്ങി വച്ചിട്ട്. അതിപ്പോൾ നല്ല തിളർത്ത് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ജവലോലിക്ക എന്ന് പറയുന്ന ആ നെല്ലി മരമാണ്. ഇത് റംബൂട്ടാനാണ് ഈ വലിയ മരം കാണുന്നത്. 2 മരമുണ്ട്. ഇത് നമ്മുടെ പ്ലാവാണ്. കുറച്ച് അതായത് കള്ളക്കള എന്ന് പറയും, ആ സംഭവമാണ് അതിനകത്തേക്ക് വന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിളയിലുള്ള മരങ്ങൾ. ഇതും ഒരു പേരയാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില കുറച്ചുകൂടി കാര്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ കാന്താരി, പാൽക്കാന്താരിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിളയിലുള്ള വൃക്ഷങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ഷെഡ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ വേസ്റ്റ് ഇവിടേക്ക് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഷെഡും കൂടി കഴിയണം. അതിന് ശേഷമേ ഈ സാധനങ്ങൾ വാരി മാറ്റാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വിളയിലെ വിശേഷങ്ങൾ. അടുത്തതായി ഇവിടെ നിൽക്കുന്നത് ജാമ്പ മരമാണ്, അതായത് ചാമ്പങ്ങ. അത് പഴുത്ത് നിൽപ്പുണ്ട്. കൂടുതലും കിളികളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ, അവർക്കും ജീവിക്കണ്ടേ. അടുത്തത് നമ്മുടെ പുളിഞ്ചി മരമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പറമ്പിലുള്ള മരങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്